ഇത് ബോർവെൽ സ്റ്റാർട്ടർ റിപ്പയറിങ്ങിൻ്റെ ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് ഏത് സാധാരണക്കാരനും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത്. ഇതിൽ കാണിക്കാൻ പോകുന്നത് എങ്ങനെ ഒരു സ്റ്റാർട്ടർ, അതായത് ബോർവെൽ സ്റ്റാർട്ടർ എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നതാണ്. ഇത് നമ്മുടെ ബോർവെല്ലിൻ്റെ സ്റ്റാർട്ടറാണ്, CRIയുടെ സ്റ്റാർട്ടറാണ്. ഇത് അമ്മീറ്റർ, അതേപോലെ മുകളിൽ വോൾട്ട് മീറ്റർ ഉണ്ടായിരുന്നു. അതൊക്കെ പൊട്ടിത്തെറിച്ച് പോയി. എന്ന് വെച്ചാൽ ഇതിൻ്റെ അകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, കപ്പാസിറ്ററൊക്കെ പൊട്ടിത്തെറിച്ച് പോയി. ഇടി വീണിട്ടാണ് സംഭവിച്ചത്. ഇത് ഉണ്ടായ സ്ഥലത്ത് ആ വീട്ടിൻ്റെ ചുമരുകൾ തന്നെ അങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഇതിൻ്റെ നമുക്ക് ഒരു നോർമൽ സാധാരണക്കാരന് എങ്ങനെ റിപ്പയർ ചെയ്യാമെന്നാണ് ഞാനിതിൽ പറയുന്നത്. നിങ്ങളിതിൻ്റെ എല്ലാ കണക്ഷനും കൃത്യമായിട്ട് നോട്ട് ചെയ്ത് വെക്കുക. അതായത് ആദ്യമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കും ഇത് ചെയ്യാൻ വേണ്ടി പറ്റും. ഇതിൻ്റെ വയറിങ് കണക്ഷനും കാര്യങ്ങളൊക്കെ നോക്കാൻ വേണ്ടി പറ്റും. നമ്മളിപ്പോൾ ഇതിൻ്റെ റിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ സ്റ്റാർട്ടർ, അതേപോലെ തന്നെ കപ്പാസിറ്റർ, ഇതൊക്കെ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യാം. അത് ഞാൻ ഇതിൽ കാണിക്കാം, എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് കാണിക്കാം. അതേപോലെ ഇതിൻ്റെ വയറിങ് കാര്യങ്ങളൊക്കെ നിങ്ങൾ സൂക്ഷ്മതയോട് കൂടിയിട്ട് എവിടെയാണ് ഉള്ളത്, എങ്ങനെയാണ് കണക്ട് ചെയ്തിട്ടുള്ളത്, ഇതൊക്കെ നോക്കുക. അതേപോലെ നിങ്ങൾ ഒന്ന് വരച്ചിട്ട് എഴുതിയിട്ട് വെക്കുക. അതിന് ശേഷം നിങ്ങൾ ഓരോ സാധനങ്ങളും നിങ്ങൾ ചെക്ക് ചെയ്തതിന് ശേഷം അത് ഒന്നുകിൽ റിപ്പയർ ചെയ്യാൻ പറ്റുന്നത് റിപ്പയർ ചെയ്യുക, അല്ലെങ്കിൽ പുതിയത് മാറ്റിയിട്ടതിന് ശേഷം നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ ശരിയാവുന്ന. ഞാൻ ഈ വീഡിയോയിൽ ഒരു സാധാരണക്കാരന് വേണ്ടിയാണ് ഞാനിത് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഈ സ്റ്റാർട്ടറിൻ്റെ എല്ലാ കണക്ഷനും നമ്മൾ ഊരിയെടുത്തിരിക്കുകയാണ്. ഇതാ ഈ സാധനം ഉണ്ടല്ലോ, ഇതാണ് ഇതിൻ്റെ കോയിൽ. എന്നിട്ടാകുമ്പോൾ ഇതിനകത്തേക്ക് കറണ്ട് പോകുന്ന സമയത്ത്, വോൾട്ടേജ് സപ്ലൈ കൊടുക്കുന്ന സമയത്ത് ഇത് മാഗ്നറ്റൈസേഷൻ ആവുകയും ഇത് താഴോട്ട് താവുകയും ചെയ്യുന്നതാണ്. അപ്പോൾ ഇവിടെ കോണ്ടാക്റ്റ് ആവുകയും ചെയ്യുന്നതാണ്, സപ്ലൈ കിട്ടുകയും ചെയ്യുന്നതാണ്. ഇത് നമുക്ക് റിലേ ശരിയുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. അതേപോലെ ഇവിടെ കണക്ഷൻ ശരിയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇത് സീരീസ് ബൾബ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നതാണ്. ഞാൻ ബൾബിൻ്റെ സീരീസ് ബൾബിൻ്റെ ഒരു വയർ നേരെ ബൾബിലേക്ക് പോകും, ഒരു വയർ അതിനിടയിൽ വെച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മളിപ്പോൾ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. അപ്പോൾ ബൾബ് ഓക്കെ, വർക്കിംഗ് ആണ്. അതിനുശേഷം നമ്മളിപ്പോൾ ഇതിൻ്റെ കോയിലിലേക്ക് കൊടുക്കുന്ന സമയത്ത് ഇത് നോക്കും, ടെസ്റ്റ് കണ്ടില്ലേ. അപ്പോൾ ഇത് ഓണും ഓഫ് ആവുന്ന എന്നിട്ട് കോയിൽ മാഗ്നറ്റൈസേഷൻ ആകുമ്പോൾ ഇത് താഴോട്ട് താഴുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾ കണ്ടത്. പിന്നെ ഇത് കോണ്ടാക്റ്റ് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ, ഈ കണക്ഷൻ യഥാർത്ഥത്തിൽ കിട്ടുന്നുണ്ടോ എന്ന് നോക്കാനുള്ള ടെസ്റ്റാണ് ഞാനിപ്പോൾ നടത്തുന്നത്. ഇതിൻ്റെ ഒരറ്റത്ത് ഓൾറെഡി കണക്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് പ്രസ് ചെയ്യുന്ന സമയത്ത് ലൈറ്റ് കത്തുന്നു, അത് കത്തുന്നുണ്ട്. ഇത് ഇപ്പോൾ വർക്കിംഗ് ആണ്. റിലേക്ക് യാതൊരു കംപ്ലൈൻറ്റും ഇതിന് വന്നിട്ടില്ല. ഇത് പ്രസ് ചെയ്ത് പിടിക്കുമ്പോൾ ലൈറ്റ് കത്തുന്നുണ്ട്. ഇനി ഈ കപ്പാസിറ്റർ, ഈ 3 കപ്പാസിറ്ററും നമ്മൾ ടെസ്റ്റ് ചെയ്തു. ഇതിൻ്റെ എല്ലാ വയർ കണക്ഷനും റിമൂവ് ചെയ്തിട്ട് സീരീസ് ബൾബ് ഉപയോഗിച്ചിട്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ ആദ്യം കരുതിയത് ഈ ഒരു കപ്പാസിറ്റർ മാത്രമായിരിക്കും പോയിരിക്കുക, ബാക്കി കുഴപ്പമുണ്ടാവില്ലായിരിക്കുന്നതാണ് ഞാൻ കരുതിയത്. പക്ഷേങ്കിൽ ഇതിൻ്റെ അകത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 3 കപ്പാസിറ്ററും പോയിട്ടുണ്ട്. ഈ 3ഉം ഷോർട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ചേഞ്ച് ചെയ്യുമ്പോൾ ഈ 3 കപ്പാസിറ്ററും ചേഞ്ച് ചെയ്യണം. അതേപോലെ ഈ സ്വിച്ചിൻ്റെ പുതിയത് ഇടേണ്ടി വരും. പിന്നെ ഈ അമ്മീറ്റർ, വോൾട്ട് മീറ്റർ, ഇതും ചേഞ്ച് ചെയ്യേണ്ടി വരും. പിന്നെ നമുക്ക് കിട്ടിയത് ആകെയുള്ള ഒരു കോണ്ടാക്ടർ മാത്രമാണ് നമുക്ക് ശരിയുള്ളതായിട്ട് കിട്ടിയത്, ചെക്ക് ചെയ്ത് കിട്ടിയത്. അപ്പോൾ തൽക്കാലം ഞാനിത് നിർത്തിയിരിക്കുകയാണ്. ഇതിൻ്റെ ഇത് ഉപയോഗിക്കുന്ന ആൾ ഇത് ശരിയാക്കാൻ പറഞ്ഞാൽ മാത്രമേ നമുക്ക് ശരിയാക്കാൻ പറ്റുള്ളൂ. ഇത് എൻ്റെ സാധനമല്ല. അതുകൊണ്ട് ഇത് ശരിയാക്കുന്നുണ്ടെങ്കിൽ ഞാൻ എല്ലാം ചേഞ്ച് ചെയ്തിട്ട് കാണിക്കാം. ഇത് ടെസ്റ്റ് ചെയ്യേണ്ട രീതി ഞാനൊന്ന് പറയാം. സീരീസ് ബൾബ് വെച്ച് 2 ലെഗിലേക്കും കൊടുത്ത് നോക്കാം. 2 ലെഗിലേക്കും കൊടുക്കുന്ന സമയത്ത് വളരെ മെല്ലെ ഡിമ്മായിട്ട് അതിൻ്റെ ലൈറ്റ് തെളിയുന്നുണ്ടെങ്കിൽ ഈ കപ്പാസിറ്റർ ശരിയുണ്ട് എന്നർത്ഥം. അതല്ല വളരെ ബ്രൈറ്റായിട്ടോ അല്ല യാതൊരു തരത്തിലുള്ള ലൈറ്റും കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ, അതായത് സീരീസ് ബൾബിൽ കത്തുന്നില്ല എന്നുണ്ടെങ്കിൽ
ഈ കപ്പാസിറ്റർ ഓപ്പൺ സർക്യൂട്ട് അല്ലെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് ആയിട്ടുണ്ട്, അത് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റാർട്ടർ കിട്ടിയാൽ, ഒരു റിലേ കിട്ടി, ഒരു മോട്ടറിൻ്റെ സ്റ്റാർട്ടർ കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെ ശരിയാക്കാമെന്നത് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കിയിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതുപോലെ ചെയ്യുക. അത് മോശമായിട്ടുള്ള സ്റ്റാർട്ടർ നിങ്ങൾ തന്നെ സ്വയം ശരിയാക്കാൻ ശ്രമിക്കുക, ശരിയാക്കുക. അതേപോലെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക. ആദ്യമായി കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.